നല്ല നെല്ലിക്കപ്പൊടി, ഈ നെല്ലിക്കപ്പൊടിയും മൈലാഞ്ചി പൊടിയും അതുപോലെ തന്നെ കറിവേപ്പില നന്നായിട്ട് വീട്ടിൽ ഉണക്കി പൊടിച്ചെടുത്തിട്ടുള്ള ആ പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒട്ടും എണ്ണയൊന്നും ഇല്ലാതെ വളരെ ചെറിയൊരു തീയിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആ പൊടി ഒരു കറുപ്പ് കളറിലേക്ക് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മളൊരു കൈപ്പിടിയോളം പനിക്കൂർക്ക ഇല വാട്ടിപ്പിഴിഞ്ഞ നീര്, ആ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നല്ലൊരു മിക്സ്ചർ തയ്യാറാക്കുക. ഇനി ഒന്നും കൂടെ നിങ്ങൾക്ക് ലൂസാക്കാൻ ആവശ്യമുണ്ടെങ്കിൽ നല്ല കടുപ്പത്തിൽ ചായ തിളപ്പിച്ചിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് നര വന്നിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ തന്നെ അപ്ലൈ ചെയ്യുകയാണ് നല്ലത്. അപ്പം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഓയിൽ അപ്ലൈ ചെയ്യേണ്ടതില്ല. ഇതൊക്കെ നമ്മൾ വളരെ നാച്ചുറലായിട്ട് തയ്യാറാക്കുന്നതാണ്, ഒട്ടും കെമിക്കൽ അടങ്ങിയിട്ടില്ലാത്തതായതുകൊണ്ട് നമ്മൾ നല്ല നിര വന്നിട്ടുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ഒറ്റ തവണ ഉപയോഗിച്ചുകൊണ്ട് മാറി മറിയണമെന്നില്ല.